ഹായ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീകോഡർ ഡിസ്കസ് ചെയ്തു അല്ലേ? BCD to 7 സെഗ്മെൻറ്റ് ഡീകോഡർ അതെന്താണെന്നുള്ളതും അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻകോഡേഴ്സ് ആണ്. എന്താണ് എൻകോഡറും അതിന് രണ്ട് എക്സാമ്പിൾസ്, ഒരു 4 to 2 എൻകോഡറും അതേപോലെ 8 to 3 എൻകോഡറും. ഓക്കെ, സോ എൻകോഡേഴ്സ്. സോ നമ്മൾ ഡീകോഡർ പറഞ്ഞപ്പം പറഞ്ഞില്ലേ എന്താണ് ഡീകോഡർ. ഡീകോഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n ഇൻപുട്ട് കൊടുക്കും നമ്മൾ അല്ലേ, ആൻഡ് മാക്സിമം 2 power n ഔട്ട്പുട്ട്സ് ഉണ്ടാവും. അതാണ് മാക്സിമം ഔട്ട്പുട്ട്, അതിൽ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു എൻകോഡർ എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു ഡീകോഡർ ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് എന്ത് ചെയ്യുക, എൻകോഡർ ചെയ്യുക. അതായത് നമ്മുടെ ഇൻപുട്ടിൻ്റെ എണ്ണം 2 power n ആവുകയും ഔട്ട്പുട്ട് n ആവുകയും ചെയ്യാം. ഓക്കെ, അതായത് so we have 2 power n input and എത്ര ഔട്ട്പുട്ടിലേക്ക് മാറും, അത് മാക്സിമം n ഔട്ട്പുട്ട് ആയിട്ട് അത് മാറും. ഓക്കെ, സോ ഡീകോഡർ എന്താണോ ചെയ്തത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആര് ചെയ്യുന്നത്, എൻകോഡർ ചെയ്യുന്നത്. 2 power n ഇൻപുട്ട് എന്ന് n ഔട്ട്പുട്ടിലേക്ക് മാറും. ഓക്കെ, അപ്പം ഇനി നമുക്കൊരു എൻകോഡർ മീൻസ് എൻകോഡറിൻ്റെ ഇൻപുട്ട് സൈഡിൽ മാക്സിമം ആണ് 2 power n ഉള്ളത്, അതിൽ കുറയാനും ചാൻസ് ഉണ്ട്. അതേപോലെ ഇവിടെ മാക്സിമം 2 power n ഇൻപുട്ട് വരുന്നതുകൊണ്ട് തന്നെ അത്രയും കോമ്പിനേഷൻസ് ആവശ്യമുണ്ട്. 2 power n കോമ്പിനേഷൻസ് വരെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ഒരു എൻകോഡറിൻ്റെ ഇൻപുട്ട് ഭാഗത്ത് വരുന്നുള്ളൂ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് എൻകോഡേഴ്സ് ആണ്. ഒന്ന് 4 to 2 അതേപോലെ പിന്നെ ഒന്ന് 8 to 3. 4 to 2 എൻകോഡറും അതേപോലെ 8 to 3 എൻകോഡറും. സോ 4 to 2 എൻകോഡർ എന്ന് പറഞ്ഞാൽ 4 ഇൻപുട്ട് ലൈൻസും 2 ഔട്ട്പുട്ട് ലൈൻസും ആണ്. അതേപോലെ 8 to 3 എന്ന് പറഞ്ഞാൽ 8 ഇൻപുട്ട് ലൈൻസും 3 ഔട്ട്പുട്ട് ലൈൻസും ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എൻകോഡർ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ ഒരു 4 to 2 എൻകോഡർ എന്താണെന്നുള്ളത് നോക്കാം, അതിൻ്റെ ട്രൂത്ത് ടേബിൾ, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, സോ ഒരു 4 to 2 എൻകോഡർ, ഒരു 4 to 2 എൻകോഡർ എന്താണെന്ന് നോക്കാം. സോ അതിവിടെ 4 ഇൻപുട്ട്സ് ഉണ്ടാവും, അതേപോലെ 2 ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. നിങ്ങൾ നേരത്തെ 2 to 4 ഡീകോഡർ പറഞ്ഞിട്ടുണ്ടല്ലേ, 2 ഇൻപുട്ടും 4 ഔട്ട്പുട്ട്സും. അവിടെ ഇൻപുട്ടായിട്ട് നമ്മൾ AB 2 ലെറ്റേഴ്സ് എടുത്തു, അതേപോലെ ഔട്ട്പുട്ട് നമ്മൾ D0, D1, D2, D3 ആണ് എടുത്തിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഇൻപുട്ട് എടുക്കുന്നത് D0, D1, D2, D3 ആണ്. ഔട്ട്പുട്ട് 2 എണ്ണേ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് AB. ഇപ്പോൾ ഞാനിവിടെ എത്ര ഇൻപുട്ടാന്നുള്ളതും എത്ര ഔട്ട്പുട്ടാന്നുള്ളതും മാർക്ക് ചെയ്തു. ഇവിടെ ശരിക്കും മാക്സിമം 2 power 4 ഔട്ട്പുട്ട് വരെ ഉണ്ടാവാം. പക്ഷെ അതിൽ 4 ഇൻപുട്ട്സ് അല്ലെങ്കിൽ 4 കോമ്പിനേഷൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ 2 ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതൊരു ടേബിൾ ഫോമിലേക്ക് മാറ്റാം നമുക്ക്. ട്രൂത്ത് ടേബിൾ, ഓക്കെ. അപ്പം ഒരു ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ ട്രൂ ആയിട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ഫാൾസ് അല്ലെങ്കിൽ 0 സ്റ്റേറ്റിലുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇതിൽ അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം ആക്റ്റീവ് ആവുന്നു, ബാക്കിയെല്ലാം നെഗറ്റീവ് ആവുന്നു, അതായത് 0 ആവുന്നു. സോ ഇവിടെ D0 എന്നുള്ളത് മാത്രം ആദ്യത്തെ കേസിൽ 1, ബാക്കിയെല്ലാം 0. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് D1 1, ബാക്കിയെല്ലാം 0. മൂന്നാമത്തെ കേസ് D2 1, ബാക്കിയെല്ലാം 0. ആൻഡ് ഫോർത്ത് കേസ് D3 1, ബാക്കിയെല്ലാം 0. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് സൈഡ്. ഇനി ഇതിന് പ്രൊപ്പോർഷനായിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുക എന്നാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പം ഔട്ട്പുട്ട് ലൈനിൽ D0 ആണ് 1 ആവുന്നതെങ്കിൽ, നേരത്തെ ഡീകോഡറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. D0 എന്ന് പറഞ്ഞാൽ 0 0 എയിലും ബിയിലും വരുമ്പോൾ ആണ് എന്ത് വരിക, D0 എന്നുള്ളത് ഔട്ട്പുട്ട് 1 ആവുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം D0 1 ആവുമ്പോൾ ഇവിടെ AB 0 0. ഓക്കെ, D1 1 ആവുക എന്ന് പറഞ്ഞാൽ ഡെസിമൽ ഇക്വാലൻ്റ് എടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്, 0 B 1 ആവുന്നു.
D2 ആണെങ്കിൽ 1 0, D3 ആണെങ്കിൽ 1 1. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഈ 4 ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിന് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ ആകെ 2⁴ മാക്സിമം ഔട്ട്പുട്ട് ലൈൻസ് വരാം. അത് എന്നാൽ പോലും നമുക്ക് 2 ഔട്ട്പുട്ട് ലൈൻ മാത്രമേ ആക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഓരോന്നിൻ്റെയും എങ്ങനെയാണ് റിലേഷൻഷിപ്പ് വരുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇനി ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടണം? എക്കും ബിക്കും ഈ ട്രൂത്ത് ടേബിൾ നമുക്കൊരു എയും ബിൻ്റെയും ഇക്വേഷൻ കിട്ടണം. എൻ്റെയും ബിൻ്റെയും ഇക്വേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ A1 ആവുന്ന കേസ് എപ്പോഴൊക്കെയാണ്? D2 വരുമ്പോൾ ഉണ്ട്, അതേപോലെ D3 വരുമ്പോൾ ഉണ്ട്. സോ A is equal to D2 plus D3 എന്ന് കിട്ടും. അതേപോലെ ബി ഒരു ഫംഗ്ഷൻ, അതിന് ഇക്വേഷൻ ഒരു ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തണം, ഒരു റിലേഷൻഷിപ്പ് കണ്ടെത്തണം ഫ്രം ദി ഇൻപുട്സ്. B1 ആവുന്ന കേസ് എന്ന് പറയുന്നത് D1 1 ആകുമ്പോൾ ഉണ്ട്, അതേപോലെ D3 1 ആകുമ്പോൾ ഉണ്ട്. ഓക്കെ, സോ നൗ വി ഗെറ്റ് 2 ഇക്വേഷൻസ് ഫോർ ഔട്ട്പുട്ട്. എക്കും ബിക്കും നമുക്ക് എന്ത് കിട്ടി? 2 ഇക്വേഷൻ കിട്ടി, റിലേഷൻഷിപ്പ് കിട്ടി. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലെ റിലേഷൻഷിപ്പ് ഇവിടെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർ കണക്ഷൻ സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം. സോ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ സുഖമാണ്. നമുക്കറിയാം 4 ഇൻപുട്സ് ആണ് ടോട്ടൽ ഉള്ളത്. D0, D1, D2 ആൻഡ് D3. സോ നമുക്ക് 2 ഔട്ട്പുട്ടാണ് ആ ടോട്ടൽ ഉള്ളത്, എ ബി. എയും ബിയും 2 ഔട്ട്പുട്ട് മാത്രമാണുള്ളത്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കാം. A1 ആവുന്നത് എപ്പോഴാണ്? അതായത് A ഈക്വൽ ടു എന്താണ്? D2 പ്ലസ് D3 ആണ്. അതേപോലെ B ഈക്വൽ ടു D1 പ്ലസ് D3 ആണ്. സോ ഈ ഇൻപുട്ട് ഒന്ന് എ എന്നുള്ളത് കിട്ടണമെങ്കിൽ ഒരു ഓർ ഗേറ്റ് ആണ് വേണ്ടത്. സോ വി ഹാവ് എ ഓർ ഗേറ്റ് ഹിയർ. അത് ഏതൊക്കെയാണ് ഇൻപുട്ട്? D2ഉം D3. സോ ഈ ലൈനിൽ ഒരു ഇൻപുട്ട്, ദെൻ ഇവിടുന്ന് ഒരു ഇൻപുട്ട്. ഓക്കെ, അതേപോലെ ബി ആണെങ്കിൽ ഇറ്റ് ഈസ് D1 പ്ലസ് D3 ആണ്. അഗെയിൻ ഇവിടെ ഒരു ഓർ ഗേറ്റ് വേണം, അതിനും 2 ഇൻപുട്ടാണുള്ളത്. ഒന്ന് D3 ആണ്, സോ ഇവിടെ D3, പിന്നെ ഒന്ന് വരുന്നത് D1 ആണ്, D1. സോ ഇതാണ് ഇതിൻ്റെ കണക്ഷൻസ്. ഓക്കെ, സിമ്പിളാണ്. എയും ബിയും നമുക്ക് ഇവിടെ ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഇതിൻ്റെ ഒരു ഇത്രയും ഇൻറ്റേർണൽ കണക്ഷൻസ് കാണിക്കാൻ നിർബന്ധമില്ല. നമുക്കിത് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് വരക്കാൻ പറ്റും അല്ലേ? യൂസിങ് ലോജിക്കൽ ഡയഗ്രാം, സിംബോളിക് ഡയഗ്രാം വെച്ച് വരക്കാൻ പറ്റും. സോ 4 ഇൻപുട്ട് ലൈൻസ് D0, D1, D2, D3 and 2 ഔട്ട്പുട്ട് ലൈൻസ് A, B. ഈ ഔട്ട്പുട്ട് ലൈനിലേക്ക് വരുന്നത് ഒരു ഓർ ഗേറ്റിൻ്റെ ഔട്ടാണ്. സോ ആ ഓർ ഗേറ്റ് ഇവിടെ കാണിക്കുന്നത് ഞാൻ. എ എന്ന് പറയുന്നത് D2 പ്ലസ് D3 ആണ്. സോ ഇതിൻ്റെ ഇൻപുട്ട് D2, D3. ബി എന്ന് പറയുന്നത് D1 പ്ലസ് D3 ആണ്. സോ D1, D3. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായി? ഒരു 4-to-2 എൻകോഡറായി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇപ്പം ഇതാണ് ഒരു 4-to-2 എൻകോഡർ എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 8-to-3 എൻകോഡർ. സോ 8-to-3 എൻകോഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ദർ ആർ 8 ഡിഫറെൻറ്റ് ഇൻപുട്ട് ലൈൻസ് ആൻഡ് 3 ഔട്ട്പുട്ട് ലൈൻ ആണ്. 8 ഇൻപുട്ട് ലൈൻസ് ഉണ്ട്, 3 ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ട്. നമ്മൾ എന്താണോ 4-to-2 എൻകോഡറിന് ഫോളോ ചെയ്ത സ്റ്റെപ്പ് അത് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ആദ്യം ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കും, അതൊന്ന് റിലേഷൻഷിപ്പ് കണ്ടെത്തും, അതൊന്ന് ഡയഗ്രാം പോകും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആദ്യം. സോ ഫസ്റ്റ് നമുക്കൊരു ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ 8 ഡിഫറെൻറ്റ് ഇൻപുട്ട്സ്, അതിന് ഞാൻ D0, D1, D2, D3, D4, D5, D6 and D7 and 3 ആണ് ഔട്ട്പുട്ട് A, B, C എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഒരു ട്രൂത്ത് ടേബിൾ ഫോമിലേക്ക് മാറ്റുന്നു, ടേബിളാർ ഫോമിലേക്ക് മാറ്റുന്നു ഞാൻ.
സോ എന്താണോ ഒരു 3 to 8 ഡീകോഡർ ചെയ്തത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആര് ചെയ്യുന്നത്, ഒരു 8 to 3 എൻകോഡർ ചെയ്യുന്നത്. ഓക്കെ, സോ 8 ഇൻപുട്ട് ആൻഡ് 3 ഔട്ട്പുട്ട് ലൈൻസ്. സോ ഇനി ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യം ഇൻപുട്ട് ലൈൻ നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെയാണ്. അറ്റ് എ ടൈമിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് D0 മുതൽ D7 വരെയുള്ളതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ എന്താവുള്ളൂ, 1 ആവുള്ളൂ, ആക്റ്റീവ് ആവുള്ളൂ, ബാക്കിയെല്ലാം ഡീആക്ടിവേറ്റ് ആയിരിക്കും. സോ ഇത് 1, ബാക്കിയെല്ലാം 0. നെക്സ്റ്റ് കേസിൽ D1 1, ബാക്കിയെല്ലാം 0. നെക്സ്റ്റ് കേസ് D2 1 ആവും, ബാക്കിയെല്ലാം 0. നെക്സ്റ്റ് കേസ് D4 1 ആകുന്നു, ബാക്കിയെല്ലാം 0. സോറി, D3 1 ആകുന്നു, ബാക്കിയെല്ലാം 0. നെക്സ്റ്റ് D4 1 ആകുന്നു, ബാക്കി 0. നെക്സ്റ്റ് D5 1 ആകുന്നു, ബാക്കിയെല്ലാം 0. നെക്സ്റ്റ് D6 1 ആകുന്നു, ബാക്കി എല്ലാത്തിനും 0 കൊടുക്കുന്നു. നെക്സ്റ്റ് D7 1 ആകുന്നു, ബാക്കിയെല്ലാം 0. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻപുട്ട് സൈഡ് വരുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, D0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 0 ആണ് ഡെസിമൽ. സോ 0 ഡെസിമൽ വരുന്ന രീതിയിൽ ഈ ABC നമ്മൾ സെറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ 2⁸ ഔട്ട്പുട്ട് ലൈൻസ് വരെ വരാം മാക്സിമം, അതിൻ്റെ കോമ്പിനേഷൻസ് വരാം. പക്ഷേ അതിൽ എനേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള 3 ലൈൻസ് മാത്രമേ നമ്മൾ എന്തെങ്കിലും ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും നമ്മൾ നോക്കുന്നില്ല. സോ ഇറ്റ് ഈസ് 0 0 0. D1 ആകുമ്പോൾ 0 0 1, D2 ആകുമ്പം 0 1 0, 3 ആകുമ്പോൾ 0 1 1, D4 ആകുമ്പോൾ 1 0 0, ദെൻ D5 1 0 1, D6 1 1 0 ആൻഡ് D7 1 1 1. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, സോ സിമ്പിൾ ആണല്ലേ. സോ നമ്മൾ 8 to 3 എൻകോഡർ, 8 ഇൻപുട്ട് കാണിച്ചു, 3 ഔട്ട്പുട്ട് കാണിച്ചു, ഒരു ട്രൂത്ത് ടേബിൾ ജനറേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ റിലേഷൻഷിപ്പ്, ഒരു ഫംഗ്ഷൻ കണ്ടെത്താൻ നമ്മൾ ആ ഫംഗ്ഷൻ നോക്കാം. നമുക്കിവിടെ 3 A B C, ഈ 3 ഔട്ട്പുട്ട് ലൈനും എന്ത് ചെയ്യണം, ഇൻപുട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ A 1 ആവുന്ന കേസുകൾ നോക്കുക നിങ്ങൾ. ഇതിനുണ്ട് D4 ഉണ്ട്. സോ ഇറ്റ് ഈസ് D4 പ്ലസ്, നെക്സ്റ്റ് 1 ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ D5 ആണ്, D5 പ്ലസ്, നെക്സ്റ്റ് 1 ആവുന്ന കേസ് D7 ആണ്, D7 പ്ലസ്, സോറി D6 ആണ്, D6 ദെൻ D7. സോ എൻ്റെ ഇക്വേഷൻ ആണ് D4 പ്ലസ് D5 പ്ലസ് D6 പ്ലസ് D7. ഓക്കെ, ഇനി നെക്സ്റ്റ് ബിക്കാണ് ഇക്വേഷൻ കിട്ടുന്നത്. സോ B1 ആവുന്ന കേസ് നോക്കുന്നു നമ്മൾ. സോ ഇറ്റ് ഈസ് 2 3, D2 D3, സോ D2 പ്ലസ് DT പ്ലസ്, നെക്സ്റ്റ് വരുന്ന കേസ് ഈ ലാസ്റ്റ് രണ്ടെണ്ണമാണ്. ദാറ്റ് മീൻസ് D6 1 ആകുമ്പോഴും D7 1 ആകുമ്പോഴും. സോ D6 പ്ലസ് D7. നെക്സ്റ്റ് സീനാണ് ഇക്വേഷൻ കിട്ടേണ്ടത്. സീൻ ഇക്വേഷൻ കിട്ടുന്നത് ഒന്നുവിടെ, ദാറ്റ് മീൻസ് D1 കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് D2 D3 ഉണ്ട്, D4 D5 ഉണ്ട്, D6 D7 ഉണ്ട്. സോ എക്കും ബിക്കും സിക്കും, അതായത് നമ്മുടെ 3 ഔട്ട്പുട്ട് ലൈൻസിന് നമുക്ക് എന്ത് കിട്ടി, ഇൻപുട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് ഒരു ഫംഗ്ഷൻ കിട്ടി. സോ ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിയാം അല്ലേ, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് കണ്ടെത്തി കഴിഞ്ഞു നമ്മളിവിടെ ട്രൂത്ത് ടേബിളിൽ നിന്ന് ഇത് കണ്ടെത്തി. നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, അതിൻ്റെ കണക്ഷൻസ് വരയ്ക്കുന്നതാണ്. സോ ഈ കണക്ഷൻസ് വരയ്ക്കാൻ നിങ്ങൾ ഇന്റർ കണക്ഷൻസ് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് വലിയ കണക്ഷൻസ് ആവും. സോ അങ്ങനെ ഇന്റർ കണക്ഷൻസ് വയ്ക്കേണ്ട, ഇതുപോലൊരു ഡയഗ്രാം മാത്രം വരച്ചാൽ മതി. സോ അതൊന്ന് നോക്കാം നമുക്ക്. ഓക്കെ, സോ എത്ര ഇൻപുട്ട് ലൈൻസ് ഉണ്ട്, 7 ഇൻപുട്ട് ലൈൻ. D0 മുതൽ D7 വരെയുള്ള 7 ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. സോ D0 D1 D2 D3
D4, D5, D6 and D7. ഇങ്ങനെ ടോട്ടൽ 7 ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. അതേപോലെ 2 ഔട്ട്പുട്ട് ലൈൻസ് ആണ് വരുന്നത് അല്ലേ. ഔട്ട്പുട്ട് ലൈൻസ് 2 ആണ് വരുന്നത്. ആ 2 ഔട്ട്പുട്ട് ലൈൻസ് 3 ഔട്ട്പുട്ട് ലൈൻസ് ആണ്. എ, അതുപോലെ ബി, സി, ഇങ്ങനെ 3 ഔട്ട്പുട്ട് ലൈൻസ് ആണുള്ളത്. ഈ 3 ഔട്ട്പുട്ട് ലൈൻസിൻ്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എ ഈക്വൽ ടു എന്താണ്, D4 പ്ലസ് D5 പ്ലസ് D6 പ്ലസ് D7 ആണ്. സോ ഇറ്റ് ഈസ് എ ഓർ ഗേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇൻപുട്ടിനെ സം ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ഓർ ഗേറ്റ് ഉണ്ടാവും, അതിൽ 4 ഇൻപുട്ട് ലൈൻസ് കാണും. ഓക്കെ, D4, D5, D6 ആൻഡ് D7. അതേപോലെ ബി എന്ന് പറയുന്നതും ഒരു ഓർ ഗേറ്റ് വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് സം ചെയ്തതാണ്. ഇവിടെയും ഒരു 4 ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും ഒരു ഓർ ഗേറ്റിന്. സോ ദിസ് ഈസ് കണക്റ്റഡ് ടു ഹിയർ. ഏതെല്ലാം ആണത്, D2, ദിസ് ഈസ് D3 ആണ്, D3, D2, D3, D6 ആൻഡ് D7. ഇത് ഇവിടേക്ക് കണക്ട് ചെയ്യും. ദെൻ സി എന്ന് പറയുന്നത് അഗെയിൻ ഒരു ഓർ ഫംഗ്ഷൻ ആണ്, ഒരു ഓർ ഇക്വേഷൻ ആണ്. 4 ഇൻപുട്ട് ലൈൻസ് D1, D3, D5 ആൻഡ് D7. സോ ഇതാണ് ഒരു 8-to-3 എൻകോഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഇതിൻ്റെ തൊട്ടടുത്തത് 16-to-4 എൻകോഡേഴ്സ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ 4-to-16 ഡീകോഡറിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കുക. അപ്പം എൻകോഡർ എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു ഡീകോഡ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ മാക്സിമം 2n ഇൻപുട്ട് ഉണ്ടാവും ആൻഡ് n ഔട്ട്പുട്ട് ലൈൻസ് ആണ് ഉണ്ടാവുക. ശരിക്കും 2n ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. അതിൽ പോസിബിൾ ആയിട്ടുള്ള n ഔട്ട്പുട്ട് ലൈൻസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, സോ ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഡീകോഡർ എന്താണോ ചെയ്യുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു എൻകോഡർ ചെയ്യുന്നത്. സോ 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, 4-to-2 അതേപോലെ 8-to-3. സോ അതിൻ്റെ ട്രൂത്ത് ടേബിൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് കണ്ടെത്തി, അതിൻ്റെ ഡയഗ്രാം കണ്ടു, ഒരു ലോജിക്കൽ സിമ്പിളും വരച്ചു. നെക്സ്റ്റ് എക്സാമ്പിൾ ഒരു 8-to-3 എൻകോഡേഴ്സ് ആണ്. 8 ഇൻപുട്ട് ലൈൻസും 3 ഔട്ട്പുട്ട് ലൈൻസും ആണ്. ട്രൂത്ത് ടേബിൾ വരച്ചു ആൻഡ് ഔട്ട്പുട്ടിന് ഒരു ഇൻപുട്ട് റിലേഷൻഷിപ്പ് കണ്ടെത്തി, അത് നമ്മളൊരു ലോജിക്കൽ ഡയഗ്രാം വരച്ചു. അപ്പോൾ ഇത്രയാണ് എൻകോഡർ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.